ക്രിസ്തു ഒരു വലിയ പ്രതിഫലത്തിലേക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ആ പ്രതിഫല യാത്രയിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടല്ല, ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവാണ്. അച്ഛൻ നമ്മുടെ ദുരന അനുഭവങ്ങളാണ്. പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താങ്കളെ വഴിക്ക് പോകും. പക്ഷേ എന്നിട്ട് പറയും ഞാൻ ഏകനല്ല, പിന്നെന്താണ് പിതാവ്. അതാണ് ക്രിസ്തുവിന് കുരിശായി പോയത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കുരിശ് അതാണ്, ആ ഒരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് കൂടെയുണ്ടെന്ന്. ഇപ്പോൾ പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് റോമക്കാരായാലും ഏത് കുരിശുമരണമായാലും ചമ്മട്ടിയായാലും ക്രിസ്തുവിന് ഏക്കത്തില്ലെന്ന് പിതാവിന് അറിയാം. അപ്പോൾ പീഡാസഹനങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. പീഡാസഹനം പൂർത്തിയാകത്തില്ലെന്ന് ഉറപ്പാണ്. എന്താ കാര്യം? പിതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജയിലല്ല, ആണോ? അത് പിതാവ് കേട്ട് പിതാവിനറിയാം. മാനുഷികമായിട്ട് പറഞ്ഞതാണെങ്കിലും ഇതാണ് അവൻ്റെ മൈൻഡ് സെറ്റ് എന്നറിയാം. അതെന്ത് ചെയ്ത് പിതാവ് ടൈം ആയപ്പോൾ പിതാവ് മാറിക്കളഞ്ഞു. അതൊക്കെ കിടന്ന് കാറുണ്ട് കുരിശിൽ. എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ക്രിസ്തുവിൻ്റെ പൂർണ്ണത അവിടെയാണ് വരണത്. എന്നിട്ട് പറയും ഇപ്പോൾ എല്ലാം പൂർത്തിയായെന്ന് പറയും. ഇത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയും. എല്ലാം പൂർത്തിയായ പിതാവ് കൂടി മാറിയാൽ മാത്രമേ